ഹലോ നമസ്കാരം. ഇന്നത്തെ കുക്കിംഗ് നമ്മുടെ ചങ്ക് ശ്രീരഞ്ജന്റെ വീട്ടിലാട്ടാ. അപ്പൊ നിജേഷ് വന്നിട്ടുണ്ട് നാദാപുരത്തുനിന്ന്. അപ്പൊ സ്പെഷ്യൽ അവന്റെ ഒരു സ്പെഷ്യൽ ഉണ്ട്. ചിക്കനോട് ഒരു സ്പെഷ്യൽ ഐറ്റം നിങ്ങൾ ഇതുവരെ കഴിക്കാത്ത ഒരു ടൈപ്പ് ഐറ്റം അവൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. ഉണ്ടാക്കിയിട്ട് പറഞ്ഞേരെ. ഇത്ര നാളെ ഞാനല്ല കുക്ക് ചെയ്ത് കണ്ടിരിക്കുന്ന ഇവന്റെ കുക്കിംഗ് ഒന്ന് കണ്ടുനോക്കണം. ആളെ ഞാൻ കാണിച്ചുതരാം. അവന്റെ മുഖം കാണിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇടയ്ക്കൂടെ ഞാൻ മുഖം കാണിക്കട്ടാ. ആദ്യത്തെ സബോള എത്ര സബോള എടുത്താറുണ്ടല്ലേ? അഞ്ചു എത്ര സബോള എടുത്ത്? അഞ്ചു കറക്റ്റ് അല്ലേ പറഞ്ഞത്? 6 സവോള നുറുക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഇഞ്ചി കുന നുറുക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഉണ്ട്. ഇതാ 2 മണിയാകുമ്പോ നിങ്ങൾക്ക് പോകണട്ടോ. അതിന് മുന്നേ തീരില്ലേ ഇത്? ഇതേ തക്കാളി 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അഞ്ചുനെ ഞങ്ങള് കിച്ചണിന്ന് ഔട്ടടിച്ച്. അപ്പൊ അതേ സുരേഷ് ഗോപി നിൽക്കുന്നത് കണ്ട. ആള് സിനിമ നടനാണ് ആളുടെ സ്വയം വിചാരം. പക്ഷെ ആള് നല്ല കുക്കിംഗ് ആണ് കേട്ടാ. ഗൾഫിൽ വെച്ചിട്ട് റൂമില് നിജേഷനെ കുക്ക് ചെയ്യാം. പക്ഷെ അല്ല കുക്ക് ചെയ്യാനായിട്ട് കുറെ സമയം വേണം ആൾക്ക്. അതാ പ്രശ്നം. എന്റെ എന്തെങ്കിലും സഹായം വേണം നിജേഷ്? എന്തൊരു സഹായം? ഇന്ന് ഞാൻ സഹായിക്കുന്നില്ല. ഇന്ന് നീ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ. എന്തത് നിജേഷ് വെള്ളം കസുകരം കൊണ്ടൊക്കെ എടുത്ത് വന്നിരിക്കണ ഈശ്വരക്ക്. അവന് നമ്മുടെ ഇവിടെ തൃശ്ശൂര് പഴനി അമ്പലം ഉണ്ടല്ല, അവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂര് കേരള പഴനി അവിടേക്ക് പോകണമെന്നൊന്ന് പോയിരുന്നു. കുറെ നാളായി കുക്കിങ്ങിന്റെ ഇടയ്ക്ക് പാട്ട് പാടിയിട്ട് ഇന്നിപ്പോ ഫ്രീ ധൈര്യമായിട്ട് പാടാം. നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു. നിജേഷ് ഭയങ്കര സിംഗറാട്ടാ. നിജേഷിന്റെ മെയിൻ പാട്ട് ഇഷ്ടപ്പെട്ട പാടാന്നറിയാം. പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക്, ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമുക്ക്. പാട്. അവൻ പാടും. ഇത് കഴിഞ്ഞിട്ട് പാടാന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പാടിക്കോട്ടെ. അപ്പൊ സംഭവം 5 ഉട്ടി ഇതില് 1 സ്പൂണ് മഞ്ഞപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെക്കാൻ പോകട്ടാ അല്ലെ. അതിന്റെ ഒപ്പം നമ്മളൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് വെക്കിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അല്ലെ ഉണ്ണിയെ? ഇതെല്ലാം കൂടി മിക്സ് ചെയ്യില്ലേ വേണ്ടേ? ഓക്കെ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക അല്ലെ. അല്ലേ നിജേഷ് മിണ്ടണില്ല, കുട്ടി മിണ്ടണില്ല. ഇനി അടുത്തായിട്ട് എന്താ വേണ്ടേ ശ്രീകുട്ടിയെ? 3 ക്യാപ്സിക്കം ചെറുതായി നുറുക്കാം അല്ലെ. ഇങ്ങനെ ഓരോ പീസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടാ. എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടി മുളക് ഇടാം, കുഴപ്പമൊന്നുമില്ല. ഇനി കളറ് വേണ്ടവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഇടാം. ഇത് ഞങ്ങൾക്ക് അങ്ങനെ അത്രയ്ക്ക് കളറോ അതുപോലെ കൂടുതൽ എരിവൊന്നും വേണ്ടാത്തത് കൊണ്ട് മാത്രം കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ. അപ്പൊ നമ്മളത് ഇട്ടത് ഏകദേശം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കത് മാറ്റിയിട്ട് അടുത്ത സെക്ഷൻ ഇടാം. കുറച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് അധികം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ശ്രീകുട്ടി ഉപ്പുണ്ടെന്ന് നോക്കിയാ ചൂട് ഊതി തരാം. വാ 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 മൊരിച്ചത് മതിയാ. ഊതിട്ട് കഴിക്കും. ഉപ്പുണ്ടോ നോക്കുന്നത് പറയിട്ട്. ഉപ്പുണ്ടെങ്കിൽ ഉപ്പുണ്ടാ? ചൂട് ഉപ്പില്ലേ? കുറച്ചുള്ള ഉപ്പൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ സംഭവങ്ങളൊക്കെ നുറുക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് വറുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി ആക്കിട്ട. ഇനി പെട്ടെന്ന് പറയാം. വെളിച്ചെണ്ണ ഒഴിച്ചു, സബോള ഇട്ടതേ വഴറ്റണ്, കുറച്ച് ഉപ്പിടുക. ഇനി ഇതൊന്ന് റെഡി ആവുമ്പോ കുറച്ച് ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടാ. സോയാ സോസ് മിക്സ് ചെയ്തു ടൊമാറ്റോ സോസ് ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് വറുത്ത് വെച്ച ചിക്കൻ ഇതിലിട്ട് മിക്സ് ചെയ്തുട്ടാ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേപ്പലും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് വെക്കാം. വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ഇതോടൊപ്പം മിക്സ് ചെയ്യാം. വേപ്പലും ക്യാപ്സിക്കം അവസാനം ഇട്ടാൽ മതി. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. ഇനി ഇതങ്ങടെ ഒന്ന് മിക്സ് ചെയ്ത് ക്യാപ്സിക്കത്തിന്റെ ഓറഞ്ചും പച്ചയും ചിക്കന്റെ ആ കളറൊക്കെ കൂടി കഴിഞ്ഞൊരു കളർഫുൾ. ഇതെന്താണ് ശേഷം അതിന്റെ പേര്?
അതിന് എന്തെങ്കിലും പേരിട്ട് വിളിക്കാന്നാണ് നിജേഷ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. ഇതായത് വേപ്പലം കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി. ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടി മിക്സ് ചെയ്യട്ടെ അരുവിന്. വേപ്പല ഇട്ടപ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയാ ഒരു ആഢ്യത്വം വന്നത് അല്ലേ നിജേഷേ? നിജേഷിന് ഇന്ന് 2:30 ട്രെയിനിന് പോകേണ്ടതായിരുന്നു കേട്ടാ. ഈ ചിക്കൻ നിജേഷിന്റെ സമയം വരെ മാറ്റിമറിച്ചു. ട്രെയിൻ ക്യാൻസലാക്കി. നോക്കിയാ എന്തിനാ വേണം അവിടെ വെച്ച് നോക്ക്. നമ്മുടെ അടിപൊളി ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആവി പറക്കണ ചില്ലി ചിക്കൻ സൂപ്പർ, ഒരു രക്ഷയില്ല. സൂപ്പറായിട്ട് അപ്പൊ ഉണ്ടാക്കി നോക്കിയോ. ഞാനതൊരു എല്ലാവരും കൂടി കിച്ചണിൽ നിൽക്കണ കാരണം പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ സംഭവം അടിപൊളിയായിട്ടുണ്ട്, ഉണ്ടാക്കി നോക്കാം.